ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ മത്സരത്തിനായി ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയം ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഇന്ത്യൻ ന്യൂസിലാൻഡ് പോരാട്ടം. ഇന്ത്യൻ ആരാധകർ ഗാലറിയിൽ ഇത്തവണയും നിറയും. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്നും ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടത്തിൽ മുത്തുവിട ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നു. ഈ കാണുന്ന ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പ്രാദേശിക സമയം 1 മണിക്കാണ് മത്സരം. ഇന്ത്യൻ സമയം 2:30. 4 മത്സരങ്ങളും ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിലെ 4 മത്സരങ്ങൾ ജയിച്ചാണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽപ്പിച്ച ന്യൂസിലാൻഡാണ് ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളി. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങൾ ബംഗ്ലാദേശിനെതിരെയും പാകിസ്ഥാനെതിരെയും ന്യൂസിലാൻഡിനെതിരെയും ജയിച്ച സെമിയിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത്. വിരാട് കോഹ്ലിയുടെ ഉജ്ജ്വല ഫോം ഇന്ത്യക്ക് മുതൽക്കൂട്ടാകും. ബൗളിംഗ് നിരയിലാണെങ്കിൽ മുഹമ്മദ് ഷമിയും വരുൺ ചക്രവർത്തിയെല്ലാം ഉജ്ജ്വല ഫോമിലാണ്. അതുകൊണ്ട് തന്നെ മികച്ച പോരാട്ടം നടത്തി കപ്പ് ഉയർത്താൻ ഇന്ത്യക്കാകുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ഇതിനായുള്ള ഒരുക്കങ്ങൾ ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പൂർത്തിയായി കഴിഞ്ഞു. മണിക്കൂറുകൾക്കും കളി ആരംഭിക്കും. അതിനുള്ള കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപകടകരമായ വസ്തുക്കളൊന്നും സ്റ്റേഡിയത്തിലേക്ക് കടത്തിവിടില്ല. അപകടകരമായ തീ പിടിക്കുന്ന വസ്തുക്കളോ മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന വസ്തുക്കളോ ഒന്നും സ്റ്റേഡിയത്തിലേക്ക് കടത്തിവിടില്ല എന്ന് പോലീസ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ കഴിഞ്ഞ 4 കളികളിലും ഗാലറി നിറഞ്ഞു കവിഞ്ഞിരുന്നു. അതിന് ഫൈനലിൽ ഇത്തവണയും മാറ്റമുണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫൈനലിന്റെ ടിക്കറ്റുകൾ വിൽപ്പനയ്ക്കെത്തി 40 മിനിറ്റുകൾക്കകമാണ് വിറ്റ് തീർന്നത്. 250 ദിർഹം മുതൽ 12,000 ദിർഹം വരെയുള്ള ടിക്കറ്റുകളാണ് വിൽപ്പനയ്ക്കെത്തിയത്. എന്നാൽ ഒരു കാറ്റഗറിയിലെയും അവശേഷിപ്പിക്കാതെ എല്ലാ ടിക്കറ്റുകളും വിറ്റ് തീരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗാലറി നീല കടലായി മാറും. ഏകദേശം 30,000-ഓളം കാണികളെയാണ് സ്റ്റേഡിയത്തിൽ പ്രവേശിപ്പിക്കാനാവുക. അത് നിറഞ്ഞു കവിയുമെന്ന് ഉറപ്പാണ്. മികച്ച പ്രകടനം നടത്തി ഇന്ത്യ കപ്പുയർത്തുന്നത് കാണാൻ ആരാധകർ ഇങ്ങോട്ട് ഒഴുകിയെത്തും.